എനിക്ക് പനിയാട്ടോ, ഇവർക്ക് കണ്ടോ എനിക്ക് ചുമയാ. അപ്പൊ നമുക്ക് മല കയറാം. ഞാൻ ഉണ്ടാക്കി ബ്രേസ്ലെറ്റ്. റോട്ടിൽ കൂടെ പോണ സമയത്ത് എപ്പോഴും നമ്മൾ കാണുന്ന കേട്ടത് ആ മലയുടെ മേലിൽ കണ്ട മസ്കറ്റ് എന്ന് എഴുതിയേക്കുന്നതാണ് ലൈറ്റിൽ. അപ്പോൾ അവിടെ നമ്മൾ അങ്ങ് മേളിൽ വരെയും ചെല്ലില്ലെങ്കിലും കറങ്ങി കണ്ട ലൈറ്റ് കറങ്ങിയിരിക്കുമ്പോൾ തന്നെ മലയിൽ ഫുള്ള് ചുറ്റി നമ്മൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ കുറച്ചുകൂടെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. ഇതേ മേളിൽ കയറി ഞങ്ങൾ മേളിലെത്തിയപ്പോഴത്തേനും ഇത് ഇങ്ങനെയായിട്ടേ കാണുള്ളൂ. വണ്ടിയിലിരുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ടു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അടുത്ത് കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകണം ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ മലയുടെ അപ്പുറം കറങ്ങി ചെന്നപ്പോൾ അവിടെയും മസ്കറ്റിനായിട്ട് നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാകുമെന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടെ കയറി. ഇതിൽ കൂടെ ആയിട്ട് എൻട്രൻസ്. ഞങ്ങൾ ചെന്ന സമയം നല്ല സമയമായിരുന്നു കേട്ടോ, വെടിക്കെട്ടിൻ്റെ സമയമായിരുന്നു. അടിപൊളി. നേരത്തെ നമ്മൾ ചെന്ന ഒരു സ്ഥലത്തും ഇതുപോലെ വെടിക്കെട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ. ഇത് ഞങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെയായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു. നല്ല അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഞങ്ങൾ ചെന്നത് സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ തുടക്കം മുതൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഭംഗിയുള്ള അടിപൊളി നല്ല അടിപൊളി സംഭവമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. വന്നപ്പോൾ തന്നെ കാണാനും പറ്റി. വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഇങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ച് കയറി കേട്ടോ. ഇവിടെ എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയും ക്യൂ ആയിരുന്നു. വെയിറ്റ് ചെയ്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയപ്പോൾ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാമിന്. പിന്നെ മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, അങ്ങനെ പല ഐറ്റംസ് അവിടെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ഭാഗം മൊത്തം ഇങ്ങനെ പ്ലേ സ്റ്റേഷനാക്കി വെച്ചേക്കുകയായിരുന്നു കേട്ടോ. ഒരുപാടില്ല. നമ്മളിപ്പോൾ പോയതിലേക്ക് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് കേട്ടോ കണ്ടത്. പിള്ളേർ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല തണുപ്പാട്ടോ ഈ സമയം. അതുകൊണ്ട് തന്നെ ചെറിയ കോൾഡും ചുമയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. എല്ലാം ഒന്ന് കണ്ടിട്ട് വേഗം ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വേഗം എല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ് കണ്ടോ. പാർക്കിംഗ് ഒന്നും ഫ്രണ്ടിലൊന്നും ഇല്ല. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫ്രൈഡേ ഈവനിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.